വൈദ്യുതോർജ്ജത്തിന്റെ അനന്തമായ സാധ്യതകൾ മനസ്സിലാക്കി വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ചില തത്വങ്ങളും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ചില ചെറുകിട ഉപകരണങ്ങളെക്കുറിച്ചും നാം പഠിച്ചു കഴിഞ്ഞു. വൈദ്യുതിയുടെ വൻതോതിലുള്ള ഉൽപ്പാദനവും വിതരണവും അതിനുള്ള സംവിധാനങ്ങളെയും സംബന്ധിച്ചാണ് ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. ജനറേറ്ററുകളുടെ പ്രവർത്തനത്തിനു വേണ്ട ഊർജം നൽകുന്ന സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ പവർ സ്റ്റേഷനുകൾ 3 തരത്തിലുണ്ട്: തെർമൽ പവർ സ്റ്റേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. വളരെ ഉയരങ്ങളിൽ റിസർവോയറുകളിൽ സംഭരിച്ച വെള്ളം കുഴൽ വഴി താഴോട്ട് പതിപ്പിച്ച് ടർബൈനുകൾ കറക്കുന്നു. ജനറേറ്ററുകളുമായി ബന്ധിപ്പിക്കപ്പെട്ട ഈ ടർബൈനുകൾ വളരെ വേഗത്തിൽ കറങ്ങുമ്പോൾ വൈദ്യുത പവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത്തരം പവർ സ്റ്റേഷനുകളാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. മൂലമറ്റം, പള്ളിവാസൽ, കുറ്റ്യാടി എന്നീ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന പവർ സ്റ്റേഷനുകൾ എല്ലാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളാണ്. ചില വൈദ്യുത നിലയങ്ങളിൽ ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവി ഉപയോഗിച്ചാണ് ടർബൈൻ കറക്കുന്നത്. കൽക്കരി, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ എരിഞ്ഞുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ച് ജലം നീരാവിയാക്കുന്നു. ആവിശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുത പവർ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരം പവർ സ്റ്റേഷനുകളാണ് തെർമൽ പവർ സ്റ്റേഷൻ. കേരളത്തിലെ കായംകുളം, ആന്ധ്രാപ്രദേശിലെ രാമഗുണ്ടം, തമിഴ്നാട്ടിലെ നെയ്വേലി എന്നീ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന പവർ സ്റ്റേഷനുകൾ തെർമൽ പവർ സ്റ്റേഷനുകളാണ്. ന്യൂക്ലിയർ ഊർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ. ന്യൂക്ലിയർ പ്രവർത്തനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ന്യൂക്ലിയർ ഊർജം താപോർജത്തിന്റെ രൂപത്തിലാക്കി ഉന്നത മർദ്ദത്തിലുള്ള നീരാവി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഉന്നത മർദ്ദത്തിലുള്ള ഈ നീരാവി തെർമൽ പവർ സ്റ്റേഷനുകളിൽ ചെയ്യുന്നത് പോലെ ജനറേറ്ററുകളെ പ്രവർത്തിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. മഹാരാഷ്ട്രയിലെ താരാപൂർ, തമിഴ്നാട്ടിലെ കൽപ്പാക്കം, രാജസ്ഥാനിലെ കോട്ട എന്നീ സ്ഥലങ്ങളിലെ പവർ സ്റ്റേഷനുകൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളാണ്. ഒരു AC ജനറേറ്ററിൽ കാന്തിക ക്ഷേത്രം പ്രദാനം ചെയ്യുന്ന ഫീൽഡ് സ്ട്രക്ചറും പ്രേരിത EMF സംജാതമാകുന്ന ഒരു ആർമേച്ചറുമുണ്ട്. വൻകിട ജനറേറ്ററുകളുടെ ഫീൽഡ് കാന്തമായി വൈദ്യുത കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. ജനറേറ്ററുകളിലെ ഫീൽഡ് കാന്തമായ വൈദ്യുത കാന്തങ്ങൾക്ക് DC ആണ് നൽകേണ്ടത്. ഇതിനായുള്ള സഹായക ജനറേറ്ററുകളെ എക്സൈറ്ററുകൾ എന്ന് വിളിക്കുന്നു. ഒരു ജനറേറ്ററിൽ കറങ്ങുന്ന ഭാഗത്തെ റോട്ടർ എന്നും നിശ്ചല ഭാഗത്തെ സ്റ്റേറ്റർ എന്നും പറയുന്നു. സൗകര്യം പരിഗണിച്ച് വൻ AC പവർ ജനറേറ്ററുകളിൽ ആർമേച്ചർ നിശ്ചലമാക്കിക്കൊണ്ട് സ്റ്റേറ്ററിനുള്ളിൽ ഫീൽഡ് സ്ട്രക്ചർ കറങ്ങുകയാണ് ചെയ്യുന്നത്. സിംഗിൾ ഫേസ് ജനറേറ്റർ, 3 ഫേസ് ജനറേറ്റർ. ഒരു സിംഗിൾ ഫേസ് ജനറേറ്ററിൽ ഒരു സെറ്റ് കാന്തിക ധ്രുവങ്ങൾക്കിടയിൽ ഒരു ആർമേച്ചർ കോയിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത്തരം ജനറേറ്ററുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വയറുകളുടെ എണ്ണം 2 ആയിരിക്കും. 3 ഫേസ് ജനറേറ്ററുകളിൽ ഓരോ ജോഡി കാന്തിക ധ്രുവങ്ങൾക്കിടയിൽ പരസ്പരം 120 ഡിഗ്രി കോണിൽ ബന്ധിപ്പിച്ചിട്ടുള്ള 3 സമാന ആർമേച്ചർ ചുരുളുകളുണ്ട്. ഇത്തരം ജനറേറ്ററുകളിൽ നിന്ന് 3 വ്യത്യസ്ത ഫേസിലുള്ള വൈദ്യുത പ്രവാഹങ്ങൾ ലഭിക്കുന്നു. ഒരു 3 ഫേസ് ജനറേറ്ററിന്റെ ആർമേച്ചർ ചുരുളിൽ നിന്ന് ലഭിക്കുന്ന EMFന്റെ ഗ്രാഫ് ശ്രദ്ധിക്കുക. പവർ പ്രേഷണവും വിതരണവും. പവർ സ്റ്റേഷനുകളും സബ്സ്റ്റേഷനുകളുമാണ് പവർ പ്രേഷണത്തെ നിയന്ത്രിക്കുന്നത്. സാധാരണയായി 11 കിലോ വോൾട്ടിലാണ് പവർ സ്റ്റേഷനുകളിലെ ജനറേറ്ററുകൾ AC ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് 220 കിലോ വോൾട്ടിലോ അതിൽ കൂടുതലോ ആക്കി ഉയർത്തുന്നു. അവിടെ നിന്നും വലിയ ട്രാൻസ്മിഷൻ ടവറുകളാൽ താങ്ങി നിർത്തപ്പെട്ട ചാലകങ്ങളിലൂടെ ദൂരെയുള്ള സബ്സ്റ്റേഷനുകളിലേക്ക് അയക്കപ്പെടുന്നു. വളരെ ഉയർന്ന വോൾട്ടേജിലുള്ള ഈ AC-യെ സബ്സ്റ്റേഷനുകളിൽ വെച്ചും
ഓക്സിലറി സബ്സ്റ്റേഷനുകളിൽ വെച്ചും ഒന്നിൽ കൂടുതൽ ഘട്ടങ്ങളിലായി സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ശാഖാ ലൈനുകളിലേക്ക് വിഭജിച്ചു വിടുന്നു. വൻ വ്യവസായശാലകൾക്ക് 220 kV സബ്സ്റ്റേഷനിൽ നിന്നും ചെറുകിട വ്യവസായശാലകൾക്ക് 110 kV സബ്സ്റ്റേഷനിൽ നിന്നും പവർ നൽകുന്നു. സബ്സ്റ്റേഷനുകളിൽ നിന്ന് 11 kVയിലാണ് വിതരണ ട്രാൻസ്ഫോർമറിലേക്ക് പവർ അയക്കുന്നത്. വിതരണ ട്രാൻസ്ഫോർമറുകൾ ഉയർന്ന AC വോൾട്ടേജിനെ താഴ്ന്ന വോൾട്ടേജാക്കി വീടുകളിലേക്കും മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്കും നൽകുന്നു. സ്റ്റാർ കണക്ഷൻ. വിതരണ ട്രാൻസ്ഫോർമറിന്റെ ഔട്ട്പുട്ട് ഭാഗങ്ങളിലെ 3 ഫേസ് കോയിലുകൾ ഒരു പ്രത്യേക രീതിയിലാണ് പരസ്പരം ബന്ധിച്ചിരിക്കുന്നത്. 3 ഫേസ് കോയിലിന്റെ ഓരോന്നിന്റെയും ഓരോ അഗ്രം ഒരുമിച്ച് ഒരു പൊതു ബിന്ദുവിൽ ബന്ധിച്ചിരിക്കുന്നു. ഈ പൊതു ബിന്ദുവാണ് ന്യൂട്രൽ. ഒരു സ്റ്റാർ കണക്ഷനിൽ സാധാരണയായി ന്യൂട്രൽ 0 പൊട്ടൻഷ്യലിലായിരിക്കും. ഏതെങ്കിലും 2 ഫേസുകൾക്കിടയിലെ വോൾട്ടേജ് 400 വോൾട്ട് ആയിരിക്കും. ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ഏതാണ്ട് 230 വോൾട്ട് ആയിരിക്കും. ഗൃഹവൈദ്യുതീകരണം നടത്തുമ്പോൾ ഉപകരണങ്ങൾ ഘടിപ്പിക്കേണ്ടത് സമാന്തര രീതിയിലാണ്. ശ്രേണി രീതിയിലും സമാന്തര രീതിയിലുമുള്ള 2 വൈദ്യുത സർക്യൂട്ടുകൾ നിർമ്മിച്ച് പ്രവർത്തിപ്പിച്ചാൽ ഇതിൽ സമാന്തര രീതിയിലുള്ള സർക്യൂട്ടിലെ ബൾബുകൾക്ക് കൂടുതൽ പ്രകാശ തീവ്രതയുള്ളതായി കാണാം. ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും ആദ്യം വാട്ട് അവർ മീറ്ററുമായി ബന്ധിപ്പിക്കുന്നു. വാട്ട് അവർ മീറ്ററിൽ നിന്നാണ് മെയിൻ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓരോ ഫേസ് ലൈനിന്റെയും ആരംഭത്തിൽ ഫ്യൂസുകൾ അല്ലെങ്കിൽ MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഘടിപ്പിക്കുന്നു. എർത്ത് പിൻ സോക്കറ്റിലേക്ക് പ്രത്യേകം എർത്ത് വയർ കണക്ഷൻ ഉണ്ടായിരിക്കും. ഇവയെല്ലാം പൊതുവായി ബന്ധിപ്പിച്ച് ശരിയായ രീതിയിൽ എർത്ത് ചെയ്തിരിക്കും. 3 പിൻ പ്ലഗും എർത്തിങ്ങും. ഇൻസുലേഷൻ തകരാറ് മൂലം ഫേസ് ലൈൻ ഉപകരണത്തിന്റെ ലോഹ ചട്ടക്കൂടുമായി സമ്പർക്കത്തിൽ വന്നാൽ ലോഹ ചട്ടക്കൂടിൽ സ്പർശിക്കുന്നയാൾക്ക് ഷോക്ക് ഏൽക്കാനിടയാകുന്നു. 2 പിൻ പ്ലഗിന് പകരം 3 പിൻ പ്ലഗിന്റെ ഉപയോഗം നിർബന്ധമാക്കിയാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാം. 3 പിൻ പ്ലഗിലെ എർത്ത് പിന്നിന് വണ്ണവും നീളവും കൂടുതലാണ്. നീളം കൂടുതലായതിനാൽ 3 പിൻ സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ എർത്ത് പിൻ സർക്യൂട്ടുമായി ആദ്യം സമ്പർക്കത്തിൽ വരികയും സോക്കറ്റിൽ നിന്ന് ഊരുമ്പോൾ അവസാനം സമ്പർക്കം വിച്ഛേദിക്കുകയും ചെയ്യുന്നു. ഇത് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. 3 പിൻ പ്ലഗിലെ പിന്നുകളുടെ മധ്യഭാഗം പകുതി വരെ ഛേദിച്ച നിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ പിൻ സോക്കറ്റിലേക്ക് കയറുമ്പോൾ അതിനുള്ളിൽ മുറുകിയിരിക്കുന്നു. കണ്ടക്ടിംഗ് ടേബിളിലെ ചുവപ്പ് നിറത്തിലുള്ള കേബിൾ ഫേസ് ലൈൻ ആയും ഇളം നീലയോ കറുപ്പോ കേബിൾ ന്യൂട്രലായും ഉപയോഗിക്കുന്നു. പച്ച വയർ ഉപകരണത്തിലെ ലോഹ കവറിന്റെ എർത്ത് പിന്നുമായി ബന്ധിപ്പിക്കുന്നു. ഈ പിൻ ഉപകരണങ്ങളിലെ ചട്ടക്കൂടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഫേസ് ലൈൻ ചട്ടക്കൂടുമായി സമ്പർക്കത്തിൽ വരികയാണെങ്കിൽ വൈദ്യുതി എർത്ത് വയറിലൂടെ ഭൂമിയിലേക്ക് ഒഴുകും. വീടുകളിൽ വൈദ്യുത സർക്യൂട്ടുകൾ എർത്ത് ചെയ്യുമ്പോൾ കുഴിയെടുത്ത് ഉപ്പും ചിരട്ടക്കരിയും ഇട്ടാണ് കുഴി മൂടുന്നത്. അതുപോലെ വേനൽക്കാലങ്ങളിൽ എർത്ത് ചെയ്തിരിക്കുന്ന ഭാഗം ജലമൊഴിച്ച് നനച്ചു കൊടുക്കാറുമുണ്ട്. പ്രതിരോധം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വൈദ്യുത ഊർജത്തിന്റെ വ്യാവസായിക യൂണിറ്റാണ് കിലോ വാട്ട് അവർ. അതായത് 1000 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം 1 മണിക്കൂർ കൊണ്ട് വിനിയോഗിക്കുന്ന ഊർജമാണ് 1 കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് അവർ സമം 1 യൂണിറ്റ് ആണ്. ഒരു ഉദാഹരണം നോക്കാം. 100 വാട്ടിന്റെ 5 ഫിലമെന്റ് ലാമ്പുകൾ ദിവസേന 6 മണിക്കൂർ ഉപയോഗിക്കുന്നുവെങ്കിൽ ഒരു ദിവസം വിനിയോഗിക്കുന്ന ഊർജം കണ്ടുപിടിക്കാൻ 100 × 5 × 6/1000 സമം 3 യൂണിറ്റ് ആയിരിക്കും.
ഒരു മാസം ഉപയോഗിക്കുന്ന വൈദ്യുത ഊർജം കണ്ടുപിടിക്കാൻ 3 യൂണിറ്റ് ഇൻറ്റു 30 സമം 90 യൂണിറ്റ് ആയിരിക്കും. വൈദ്യുതിയുടെ ഉൽപ്പാദനവും വിതരണവുമാണ് ഈ അധ്യായത്തിൽ പഠിച്ചത്. വൈദ്യുതോർജം അമൂല്യമാണ്. ആയതിനാൽ നാം ഓരോരുത്തരും വൈദ്യുതി പാഴാക്കാതെ ശ്രദ്ധിക്കണം.